ഇമ്മ നമ്മളെ കുഞ്ഞോല്ലേ പറമ്പിലെ ഓൻ്റെ അളിയനെ ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞുകാണ്ട് കുഞ്ഞോ എന്നോട് പറഞ്ഞേനു ഓനക്ക് എനിക്ക് കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഓനക്ക് ടിക്കറ്റിനും വിസക്കുള്ള കായ് ഏകദേശം അയക്കണു. എന്നോട് പറഞ്ഞു ഇജ്ജ് പെട്ടെന്ന് കായ് ഉണ്ടാക്കേ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്നുള്ളൊരു അഭിപ്രായം. പിന്നെ പറഞ്ഞിട്ട് ഓരോട് എന്റെ അടുത്ത് എവിടുന്ന കായ് ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞുമ്മ. കുഞ്ഞോന് പിന്നെ ഓൻ്റെ അളിയാൻ കുറച്ച് പൈസ അയച്ചു കൊടുത്തേക്കണു. ബാക്കിയൊക്കെ ഓൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് പണ്ടെന്തെങ്കിലൊക്കെ തരികയാണെങ്കിൽ ഞാനത് പണയം വെച്ചുകാണ്ട് ആ പൈസ ഞാൻ കൊണ്ടുപോയി കൊടുത്താളാം വിസക്ക്. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ പണി ആയതിന്റെ ശേഷം ഞാൻ അയച്ചെന്നാ പോരെ, ബാങ്കിൽ നിന്ന് എടുക്കും ചോദിച്ചാലോ സ്വർണ്ണൊക്കെ. സുക്കൂറജി പറഞ്ഞിട്ട് ഇന്റെ സ്വർണ്ണ അത് ഞാൻ അങ്ങനെ തരാനൊന്നും പറ്റൂല. ഇപ്പാനോടൊക്കെ ചോദിച്ചാണ് എനിക്ക്. ഓനെ എത്ര വീസ എന്താ ശരിയായിക്കണു. ഓൻ ഇന്റെ പണ്ടം ചോദിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചാൽ തരാൻ പറ്റൂല എന്ന് പറഞ്ഞേക്കണു ഞാൻ ഓനോട്. അന്റെ പണ്ട വിറ്റിക്കാണ്ടേ പോന് ദുബായിക്ക് പോണം അല്ല കുറെ അവനാന്റെ പെണ്ണുങ്ങളെടുത്തേ എത്തേലും മാണം. ഇജ്ജയ് കെട്ടിക്കൊടുന്നാണല്ലോ എന്റെ പെണ്ണുങ്ങളെ. എത്ത് പൊന്നാവോളം ഏത്തുള്ളത്, എത്ത് ഒലക്കുള്ളത്, തൊലിവെളുപ്പ് കണ്ട് കെട്ടിയതാണ് പോവാന്. എന്നിട്ട് ഇപ്പൊ ഓനെ വിസ വന്നപ്പോഴേ ഉമ്മാന്റെ പണ്ടത്തിന് വന്നേക്കണു. ഓളോട് ചെന്ന് ചോദിച്ചടാ കുറച്ച് എന്തേലും കിട്ടുമോന്നുള്ളത്. അമ്മോസുണ്ടല്ലോ ചെന്ന് ചോദിച്ചോക്കെ എന്തേലും കിട്ടുകയാണെങ്കിലേ അത് മേടിച്ചു വാ, എന്നിട്ട് വിസ കൊടുക്കേ. തള്ളന്റെ ഊരി കൊണ്ടുപോലല്ല ചേച്ചേണ്ടത്. എത്തപ്പോ ഓലടുത്ത് തരാനുള്ളത്? ആ ബാപ്പാന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ ഓളെ? അതിനിങ്ങനെ ആടാളൊക്കെ നോക്കിക്കാണ്ട് നടന്നിക്കാണ്ട് അയിമന്ന് കിട്ടുന്നേറ്റാണ് ഓലെ കുടുംബം ചെലവഴിഞ്ഞ് പോകുന്നത്. പിന്നെ ഓളെ അമ്മാന്റെ അവസ്ഥ അറിയില്ലേ? അതാ കെടുത്തും കെടുക്കണമെങ്കിൽ എത്ര കാലായി. പിന്നെ ഞാൻ എന്റെ വിസക്ക് വേണ്ടിയിട്ട് ഓലോട് കായ് ചോദിച്ചേ. അതാ സുക്കൂറെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നത് ഇള്ളോടത്തുനിന്ന് കെട്ടണമെന്ന്. ഇജ്ജ് കെട്ടിയതേ നായി അരിക്ക് പകല്ലാത്ത പെരീന്നാണ്. എന്റെ കാനോല് കെട്ടിക്കൊടുന്നതേ പൊന്ന് കായ്ച്ചിട്ട മരമുള്ള പെരീന്നു. അന്നും ഞാൻ എന്നോട് പറഞ്ഞേക്കണു കാരനോല് കെട്ടിയ അതേ രൂപത്തിലുള്ളോടത്തുനിന്ന് കെട്ടിക്കോന്ന്. അപ്പൊ എനിക്ക് ഇവളേറ്റൊരു ലോക്യം കൂടലേന്നു. എന്നിട്ടാണ് കെട്ടിക്കൊടുന്നാണ് ഇജ്ജ്. അപ്പൊ മനസ്സിലായില്ല എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഗതി വരുമ്പോ ഇതേക്കാര അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ നന്നു. ഏതായാലും ഇപ്പൊ ഒന്ന് മെല്ലെ പറയും. ഓളോടെ ഒത്തില്ലേ? ഓള് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തിനു തന്നു? ഓള് കേട്ടോട്ടെ സുക്കൂറെ. ഇച്ചെത്താ ഓള് കേട്ടുവച്ചിട്ട് ഇന്റെ പേരാണിത്. അതിന് കേൾക്കാൻ തീർപ്പതിയുള്ളവര് മാത്രം ഈ പേരിൽ നിന്നാ മതി. അല്ലാത്തവർക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് അതിന് ഒരു കുഴപ്പമില്ല. അച്ഛ ഇപ്പൊ പറഞ്ഞാലും കാര്യമുണ്ട് സുക്കൂറെ. അത് മാത്രമല്ല ഓളെ സ്വഭാവം തീരെ കൊണല്ല. ഒന്നാണ് പറഞ്ഞാല് രണ്ടെണ്ണം ഓള് ചാടും എന്നോട്. ആ തള്ളന്റെ സ്വഭാവക്കാരെ ഓൾക്ക് നബീസോ അതാണ് ഓളാ ചാടിക്കളി. ഓള് വെറുതെ ചാടി കളിച്ചൂല, സായി കെട്ടിട്ട് ചാടി കളിച്ചേക്കാരും. അത്രയും അടങ്ങാറാക്കുണ്ടല്ലോ ഇമ്മ ഓളെ. പിന്നെ ഓളെ ഇമ്മ ബെജാർക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായിക്കണു. ഒന്ന് മരയേക്ക് പോയിക്കാണ്ട് ഒന്ന് കാണാനോ അതിനെന്തെങ്കിലും വെള്ളം മുക്കി കൊടുക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞു വെച്ചേക്കണം. അതിനെ എന്താ ഇറങ്ങാറാക്കി കണ്ട ഇവിടെ പണിയെടുക്കുന്നത്? അബ്ബാസിന്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് തോണുമ്പോ പോവാ, തോണുമ്പോ വരാം. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കണ്ണോണ്ടൊരു കാഴ്ചയാണ് രണ്ടാക്കും. കായില്ലാത്തോണ്ട് തന്നെ ഇക്കാരും അയച്ചിട്ട് ഓളൊരു മനസ്സെത്തിയല്ലേ. ഓള് പറഞ്ഞാണ് പോയാലേ ഓളമ്മ കെടുക്കണ്ടോടത്തുനിന്നാണ് നീച്ച് പോയി ഇജ്ജ് പറഞ്ഞേട്ടാല്. ഓളെ വല്ലാത്ത സാധനം തന്നെയാണ്. എന്നാല് എന്നോട് ഇതൊക്കെ പറഞ്ഞു കാണി പിരിയേറ്റിക്കണല്ലേ. ഞാനേ ഇവിടെ അടിച്ചൊരു തുടക്കണ പമ്പർന്നോളോടെ വരണ്ടാന്ന് പറഞ്ഞത് ഇവിടെ കണ്ടിട്ടാണ് ഞാന്. അപ്പമ്മ ഓള് ഇവിടുത്തെ ഒരു പണിക്കാരി തന്നെയാണല്ലേ? ഞാനിതൊന്നും അറിയാഞ്ഞിട്ടൊന്നല്ല. ഇന്റെ അടുത്ത് ഒരു ഗതി ഇല്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇവിടെ പാർക്കൂല, ഏതെങ്കിലും പെര വെച്ചിട്ടാണ് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകും. ഇനി ഇന്റെ വിസക്കൊന്നും നിങ്ങൾ കായൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ കിട്ടുന്നോടത്തുനിന്ന് എവിടെന്നെങ്കിലും ഒപ്പിച്ചോളാം കേട്ടോ. അല്ല സുക്കൂറെ, ആ വിസന്റെ പൈസന്റെ കാര്യം എന്തെങ്കിലും ആയാ? എന്റെ പൈസ റെഡിയാക്കിക്കണേ, ഞാൻ എന്നെ കാത്തിക്കണേ. കുഞ്ഞോൻ എന്റെ പൈസന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലടാ. ഞാൻ ഇപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ചു. ഓലൊക്കെ എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കോന്നാ പറഞ്ഞത്. ഓലടുത്തൊന്നും ഉറപ്പില്ലാന്നാ പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് എവിടെന്നെങ്കിലും ഉണ്ടാവും എടുത്തരാൻ. തൽക്കാലം ഞാൻ അവിടെ എത്തിയതിന്റെ ശേഷം ഞാൻ എൻ്റെ കടം വീട്ടിക്കോളാം. ചെത്ത പറഞ്ഞു എൻ്റെ അടുത്തോടെ പൈസ എൻ്റെ അളിയൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഞാൻ ഒപ്പിച്ചിക്കാണ്ട് ബാക്കി എൻ്റെ പെണ്ണുങ്ങളെ പണ്ടെന്നുള്ളിപ്പൊറുക്കിക്കാണ്ട് ഞാൻ ഒപ്പിച്ചെടുത്താലേ എൻ്റെ അടുത്തോടെ പൈസ. ഇനിയിപ്പോൾ എന്താ കുഞ്ഞോനെ ഞാൻ കാട്ടുക? ഇനിയിപ്പോൾ എന്താടാ സുക്കൂർ നമ്മൾ ചെയ്യുക? എൻ്റെ അമ്മസാങ്കാൻ്റെ അടുത്തേ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ കാരണവൻ അബ്ബാസില്ല, എൻ്റെ അമ്മസാങ്കണ്ടല്ലോ, ആ അത്യാവശ്യം എൻ്റെ പൈസക്കാരനാണ്. അയാളോടൊന്ന് ചോദിച്ചു നോക്കുക. യാതൊന്നും വേണ്ട കുഞ്ഞോനെ, അത് എനിക്കൊരു മടിയാണ്. അയാളോടൊക്കെ പൈസ കടം ചോദിച്ചാൽ ഇജ്ജെത്തി പറഞ്ഞേ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി പൈസയും കാര്യമൊക്കെ ചോദിക്കണ്ടേ? ഇജ്ജ് വണ്ടി കയറിക്കാം, നമ്മളെ പോയി നോക്കുക. നിങ്ങളെ ഈ ഫോണിന്നേ സൂറാബിക്കൊന്ന് വിളിച്ചാണി. അതെന്തിനാണ് ഇപ്പൊ ഓൾക്ക് വിളിച്ചോണ്ട് വെച്ചപ്പോ ഈ ഫോണിന്ന്? ഞങ്ങളെ സുക്കൂറുണ്ട് ഇറങ്ങി പോയതേ. ഈ സൂറാബിന്റെ എത്തിക്കേറ്റേ പോവാനാവോ. അവിടെ ചെന്നുകാണ്ട് പണ്ടോ പൈസ ഒക്കെ ചോദിച്ചു. അപ്പൊ ഓളോട് പറയണ അത് കൊടുക്കണ്ടാന്ന്. ഇജ്ജ് പറഞ്ഞത് ശരി തന്നെ നബീസോ.
ഓൻ ചിലപ്പോ അവിടെ പോകും. അന്യ തറവാട്ടിൽ ചെന്നിക്കാണ്ട് ഇവന് ഉസുറും പുളില്ലാതെ ഓളെ പണ്ടോ പൈസ ചോദിച്ചു. ഓളാണെങ്കിൽ ചിലപ്പോൾ എടുത്തു കൊടുക്കും ചോദിച്ചു, ആങ്ങളെ വന്നല്ലേ വെച്ചിട്ട്. ഓൾക്ക് വിളിച്ച് പറയുന്ന വേണം അത് കൊടുക്കരുത് എന്ന്. ഓനത് കൊടുക്കാൻ പാടില്ല. ഓനൊരു പാഠം പഠിച്ചവൻ നബീസോ. ഞാൻ ഒന്ന് വിളിച്ചോ കേട്ടോ ഓക്ക്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനിയാക്ക അങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിട്ട് ഇറങ്ങിനു? കല്യാണം പറച്ചലിനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നേരം വെത്താണ്ട് ഇറങ്ങിയാൽ വൈകുന്നേരമോളം ഇതന്നെയാണ് പരിപാടി. ശുക്ർ എന്തേ വിഷയിച്ച്? ഇല്ല, അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല. എന്നാ കയറി ഇരിക്കല്ലേ? അല്ലല്ല, നിങ്ങളിപ്പോ ഒരു ബൈക്ക് ഇറങ്ങാൻ നിൽക്കല്ലേ. പിന്നെ ഞാൻ പോകുന്നതിന് എന്താ വെച്ചാലേ, ഇത് കുഞ്ഞോൻ നിങ്ങൾ അറിയിക്കാരും എൻ്റെ ഒരു ചങ്ങായിയാണ്, കണ്ടിക്കണില്ലേ. ഓൻ്റെ ഒരു അളിയാനൊരു വിസ അയച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് പോകാനൊരു അവസരം കിട്ടിക്കണം ഇപ്പോൾ. അപ്പോൾ ഓൻ്റെ ഏകദേശം പൈസയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണു. അപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് ആ വിസൻ്റെ പൈസയും ടിക്കറ്റിൻ്റെ പൈസയൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ അവിടെ എത്തി പണി ആയേക്കണം, നിങ്ങൾ ആ പൈസ ഞാൻ കടം വീട്ടി തരണ്ടേ. ശുക്ര എത്ര ഇപ്പോൾ വേണ്ടി വരും? എത്ര ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്? കുഞ്ഞോനെ ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യൊക്കെ വേണ്ടി വരില്ലേ? അനിയാൾക്ക് ഒരു 1.5 ലക്ഷം റുപ്യെങ്കിലും വേണ്ടി വരും. കല്യാണ തിരക്കിലൊക്കെയാണ്, എനിക്കറിയാലോ എൻ്റെ അവസ്ഥ. ഏതായാലും ഞാൻ വൈകുന്നേരം എനിക്കൊന്നാണ് വിളിക്കാം. എന്തെങ്കിലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെയ്ത് തരാതിരിക്കില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഒക്കെ തുണി കുപ്പായ എടുക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കയറുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പോട്ടെ, നിങ്ങളൊരു ബൈക്ക് ഇറങ്ങല്ലേ. എന്നാ ഓക്കെ, പോയിട്ട് വരും. കുഞ്ഞോനെ എന്തേ പെണ്ണുങ്ങളെ പേരെ ഇവിടെ അടുത്താണ്, ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. അവിടെ ഏതായാലും ഓളമ്മ വെജാ എടുക്കണേ. നമ്മൾ അവിടെ നിന്ന് ഗേറ്റ് പോയാലോ? ആയിക്കോട്ടെ, എന്നാ വിട്ടൂടെ, നേരെ വിട്ടോ. കല്യാണം പറച്ചിലാണ്. അപ്പൊ തലേന്ന് നേരത്തെ എല്ലാവരും കുടുംബസമേതാണ് വരിക. എത്താ ഇവിടെ ഒന്നും പറഞ്ഞ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും കൂടി പോയിക്കാണ്ട് ഇപ്പൊ നിശ്ചയിച്ചതന്നല്ലേ ഇപ്പൊ അത്. കുഞ്ഞോളിപ്പോ 8 ദിവസം മുന്നേ പോകുന്നതല്ലേ. ഓളിപ്പോ തുണി കുപ്പായ എടുക്കല്ലോ കേൾക്കാറല്ലേ. കല്യാണത്തിന്റെ തിരക്കിൽ തുണിമുപ്പായ ഉണ്ടാക്കലും മറ്റു ചുറ്റുപാടുകളിലൊക്കെയാണ്. അപ്പൊ ഇനി എന്തായാലും കുഞ്ഞോള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, എന്നിട്ടാണ് വിടുള്ളൂ കേട്ടോ. ഓളി എല്ലാം കഴിഞ്ഞേ ആക്കം പോലെ വന്നാ മതി. ഇനി 15 ദിവസം അല്ല, 1 മാസം കഴിഞ്ഞിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ചെറിയ മരോളില്ലേ, എല്ലാ പണിയും ഓളാണ്ട് എടുക്കും. പിന്നെ ഇപ്പൊ ഇവിടെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല. ഇനിയിപ്പോ നമ്മളെ ഈ കുടുംബത്തിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടും ആരോടൊക്കെ പറയണ്ടിച്ചാല് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാലേ നമുക്കവിടെ പോയി പറയായിരുന്നു. ഇവിടെ ഇപ്പൊ എന്റെ 2 അന്ത്രോമാരോടൊന്ന് പറയണം. പിന്നെ ഇപ്പൊ പെങ്ങളോട് കാഴ്ചമൂനൊന്ന് ഇതൊന്ന് പോകാൻ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇനി പാലപ്പുള്ളിക്ക് ഒന്നും ഇപ്പൊ പോകേണ്ട ആവശ്യമില്ലല്ലോ. വേറെ ആരും ഇപ്പൊ ഇവിടെ അടുത്തൊന്നും പറയാനൊന്നുമില്ല. സുക്കൂറിന്റെ പെണ്ണുങ്ങളോടെ നാളെ പോകണമെന്നുണ്ട് കല്യാണം പറയാന്. ഇന്നിപ്പോ ഇനി ഏതെങ്കിലും സമയമില്ല. അപ്പൊ നാളെ ഇപ്പൊ പോകുമ്പോ ഇനിയിപ്പോ വഴി കുറെ മുന്നേ പോയതാ ഞാന്. ഒക്കെ തേടി പിടിച്ച് എന്തായാലും അവിടെ പോയി കണ്ടുപിടിച്ചേണ്ടി വരും. ആണ്ട് ഇപ്പൊ പോയി പറയൊന്നും വേണ്ട. ആ തള്ള കൊയഞ്ഞെടുക്കല്ലേ. പിന്നെ ഇപ്പൊ ആരാ അവിടുന്ന് വരാനുള്ളത്? പിന്നെ ആ തന്തയാണ്. അതിനാടും കോയും ബജ്ജറ്റൊക്കെ നടക്കുകയാണ്. ഒഴിവുണ്ടാവൂല. ഇതൊന്നാണ് വിളിച്ചറിഞ്ഞാൽ മതി. നമ്പർ ഇപ്പൊ കുഞ്ഞോളെ അടുത്തുണ്ടാവുമല്ലോ, ഓളോട് ചോദിച്ചിക്കാണൊന്ന് വിളിച്ചറിഞ്ഞാട്ടി. അതേമാതിരി ഇപ്പൊ കാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യം ഞാനിവിടെ മറന്നു ചെയ്തു. സൂറാബിന്റെ അവിടെ ഒന്ന് കേറി പറയണം. അത് എന്തായാലും വേണം. അവിടെ ഇപ്പൊ ഓളെ മാപ്പിള കൂടെ ഉള്ളതാണ്. പിന്നെ ഓളൊരു എളാപ്പുണ്ട് നേരെ അപ്പുറത്തെ പേര് തന്നെ, തൊട്ട വീട് തോട്ടാണ്. ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ബാപ്പ ചെലവർക്ക് അയാളാണ്. അപ്പൊ അവിടെയും കൂടി ഒന്നാണ് കേറി പറഞ്ഞാൽ പെണ്ണുങ്ങളോർക്ക് ഇജ്ജ് കുഞ്ഞോളോടൊന്നാണ് വിളിച്ചറിയാൻ പറഞ്ഞാൽ മതി. അത്ര മതി. എന്നാലും ആ തന്ത എങ്ങനെയൊക്കെ ചാടി കളിച്ച് വരും. ഞാൻ എൻ്റെ ഇടയിൽ കൂടി ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളെ സുക്കൂറും ഓൻ്റെ ഒരു സ്നേഹിതനും കൂടി അവിടെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഒരു വിസ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ വിദേശത്തേക്ക് പോവാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ കുറച്ച് പൈസന്റെ കാര്യമാണ് ഓൻ എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം തിരക്കൊക്കെ ഒന്നാണ് കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു വർത്താനം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുക്കൂറിനോട്. പടച്ചോനെ, ഓനിപ്പോ എന്നോട് കാര്യം ഒന്ന് ചോദിച്ചോ? ഓന് പോണ്ട കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ശരിയായിക്കോണം. ഇന്ന് രാവിലെ ഓപ്പ് എന്നോട് വർത്താനം പറഞ്ഞതാണല്ലോ. പൈസ ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാന്ന് ഓനോട് പറഞ്ഞതുമാണ്. പിന്നെപ്പോ ഇതിപ്പോ ഈ കല്യാണത്തിന്റെ അടിയിൽ കൂടി ഓനിപ്പോ ഈ കാര്യമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഇവിടെ ശരിയാക്കി കൊടുത്തോണ്ട് ഞാൻ അതൊന്നും ഏറ്റെടുക്കും വേണ്ട. അല്ല, നമ്മളിപ്പോ വർത്താനൊക്കെ പറഞ്ഞു, കല്യാണമൊക്കെ പറഞ്ഞു. കുടിക്കാരത്തി ഇവിടെ ഇല്ലേ? ഓളെ ഇവിടെ 4 പേരെ അപ്പുറത്ത് ഒരു ബമ്പറിനോട് വെച്ചാതെ എടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് പോയി വരാന്ന് കണ്ടിട്ട് പോയിന്നു. വെള്ളം എന്തെങ്കിലും എടുക്കല്ലേ? ഞാൻ ഓളോട് ഒന്നും എടുക്കണ്ട, ഇനിയിപ്പോ സമയമില്ല. ഈ കല്യാണം അടുത്ത സ്ഥിതിക്ക് എല്ലായിടത്തും പറഞ്ഞു കണ്ട് പോണ്ടേ. ആ നിലക്ക് ഇനി സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ ഇനി കുടിക്കാരത്തിന് വരും. അപ്പൊ മുമ്പത്തേരും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ മട്ടം പോലൊക്കെ ചെയ്യും. നിങ്ങൾ നേരത്തെ തന്നെയാണ് പേര് കേട്ടോ. അസ്സലാമു അലൈക്കും.
പൊന്നാരെ മളജ് ഒക്കെ മുറിച്ചിടുകയാണ് അല്ലേ? എനിക്കുള്ള സ്വഭാവമാണ്. ഇല കണ്ടാൽ മുറിച്ചു. മറ്റോളതാ നല്ല മട്ടത്തിന് തിന്നു. എനിക്കത് തിന്നോളി. ഇന്ന് വെള്ളം വല്ല കുടിച്ചിട്ട് എത്തിയപ്പോൾ ഒന്ന് പറ്റി. ഇയാളൊന്ന് തിന്നോ. ഇലൊക്കെ ആസാക്കി കളയും. എൻ്റെ മാണിക്ക കല്യാണമാണല്ലോ. എന്നാ എൻ്റെ കുട്ടികളുടെ കാരിക്കോളി നട്ടേ. ഞാനേ ഇങ്ങനെ ഉള്ളോടത്ത് ഇരുന്നോളേ. ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇന്നാണ് ഞാൻ അവിടെ നടപ്പാ. ഞാനേ ഇങ്ങോട്ട് വന്നിട്ട് കുറെ കാലം അയക്കണല്ലോ. ഈ ഭാഗത്തൊക്കെ ഒന്നും വരവുമില്ല. ഇപ്പൊ കൃഷിയൊക്കെ ഉണ്ടാ? എടി അത് നമ്മളെ ചുക്കൂറ് വേണ ചങ്ങായി കൂടി വന്നാണ്. മുട്ടി വന്നിട്ടില്ല. എത്ര താത്താൻ്റെ വർത്താനം? ഭർത്താൻ ആ പഴയ മട്ടൻ തന്നെയാണ്. അല്ല ഉയിച്ചലിനെ എവിടെയൊക്കെ കൊണ്ടുപോയിന്നല്ലോ, വല്ല മാറ്റമൊന്നുമില്ലേ? കൊണ്ടുപോയിന്നു 10-15 ദിവസം അവിടെ കൊണ്ടുപോയിട്ടു. അതൊന്നും വലിയൊരു ഫലമൊന്നുമില്ല. നല്ലാന്ന് പറയാനും പൈസ കൊറേ കാലായില്ലേ? കൊറേ പഴക്കായതല്ലേ. എൻ്റെ അമ്മാരെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ എവിടെയും ബാക്കിയില്ല. ഇപ്പം ചന്നിൻ്റെ ചെറിയൊരു ഇതുണ്ട്, കൊട്ടാമ്പാർത്ത മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നു. വയസ്സ് കുറച്ച് ഉണ്ടല്ലോ അമ്മക്ക്. കുറച്ചായി. ഇവളിപ്പോ എന്താ പറയാ, ഇവളിപ്പോ ഞാൻ താങ്ങണം. ഇന്നെ കൊണ്ട് എനിക്ക് കഴിയില്ല. പിന്നെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ അവിടെ മാറി മാറി ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചാണ്ട് കൊഞ്ഞു കിടക്കും. ആകെ എത്താപ്പ എൻ്റെ ഇടങ്ങേറി അതൊന്നും പറയാനല്ലേ. ഇവിടെ ഉള്ളില് ബാത്റൂം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ? ചൂട് വെച്ചിക്കാണ്ടായിട്ട് നിങ്ങളെന്നെ കൊണ്ടുപോയി ഇവാക്കൊക്കെ മാറി. അല്ല രണ്ടാളും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വെച്ചിട്ട് പോന്നേനെ അതെ വേറെ എവിടേക്കും പോകുമ്പോ ഇങ്ങോട്ട് കേറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വെച്ച് പോന്നേന്നെ ഇരുന്നു ഉമ്മാനൊന്ന് കാണാനേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ അതൊരു വിസന്റെ കാര്യമാണ്. ഇത് പോവാ? ഞങ്ങക്ക് രണ്ടാക്കും വിസ ശരിയായിക്കണം. എനിക്കും ശരിയായിക്കണം. ആരാ അയച്ചാ? അത് അവിടുന്ന് ലൂയക്കാരെ അയച്ചതാണ്. പൈസ കുറച്ച് ആവുകയെ. എൻ്റെ പൈസ ഒക്കെ ഏകദേശം റെഡി ആയിക്കും. സുക്കൂറിന്റെ പൈസ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞങ്ങളിപ്പോ അബ്ബാസിന്റെ അമ്മസാക്കാൻ്റെ അടുത്തൊന്ന് പോയി. മൂപ്പര് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞേക്കണേ. ചെയ്തു തരുവോ? അല്ലാഹുവാലോ കുഞ്ഞോനെ. അതിപ്പോ ശരിക്കിപ്പോ ഞാൻ കൊടുക്കണ ആ കായ്. അതിപ്പോ മറ്റോൻ്റെ അമ്മസാക്കാൻ്റെ അടുത്തൊക്കെ പോയി എന്ന് കേട്ടപ്പോ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോയി. എൻ്റെ കുട്ടി കൊടുക്കാൻ എൻ്റെ അടുത്തില്ലല്ലോ. ഓനെ ചോദിച്ചൂല. എൻ്റെ കുട്ടി നല്ല സ്വഭാവമാണ്. എൻ്റെ സംഗതിയൊക്കെ അറിഞ്ഞുകൊണ്ട് അവൻ പെരുമാറുള്ളൂ. ഇപ്പം അവിടുത്തെ സ്ഥിതിയൊക്കെ പറ്റി നല്ല ഓറിയൻ്റാണ്. എൻ്റെ കുട്ടിക്കൊക്കെ അതറിയാം. ഏതാ പഠിച്ചവർ പറ്റി കാട്ടി കൊടുക്കും. ചെറുപ്പം മുതലേ ഞാൻ ഓനെ അറിയണാണ്. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ തന്തിയും തള്ളിയും ഓന് നോക്കും ഒരു സുഖം കൊടുത്തിട്ടില്ല. ഓ എന്തൊക്കെ ഒരു പണിയെടുത്തു, ഇതുവരെ എവിടേക്കും എത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ ബിസൊന്ന് ശരിയായത്. കുഞ്ഞോനെ എൻ്റെ കുട്ടീനെ കണ്ടിക്കാണ്ട് സുക്കൂറിന് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ആ ചെക്കൻ ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം നമ്മൾ ചെയ്തു കൊടുത്തതാണ്. ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു വലിയ പെരീക്കാണ്. അയാൾ താടി ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. കെട്ടിച്ച് ആണ് കൊടുത്തതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ആ കുടിച്ചിനെ കഞ്ഞിവെള്ളത്തിനൊരു സുഖം ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിയൊക്കെ പൊളിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ പോരാച്ച് പൂതിണ്ട് കാരണം കെട്ടിയിടച്ച് ഓടി ചോദിച്ചാൽ എന്നോട് മുട്ടി വന്നക്കണം. ആ കുട്ടിയൊക്കെ പൂതി ഉണ്ടാവില്ല. അവനെ നന്നായി നല്ല കാണാൻ. ഞാൻ കുത്തി കഴിഞ്ഞ ഒരു സംഘം ചെന്നു എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. ചെല്ലിനെ തീർക്കുന്നില്ല. തണ്ടക്കും തള്ളക്കും ആ ജാതിയിൽ കാട്ടിക്കൂട്ടലും കളിയാക്കലൊക്കെയാണ്. അപ്പം ഞാൻ ആ ബൈക്കെന്ന വീരാൻ്റെ വീടിൽ നിന്ന് ഒരു ദിവസം നുറുക്ക് വാങ്ങി. അത് കഴിച്ച് പിടിച്ചിട്ടാണ് എങ്ങനെയാണ് ചെന്നിക്കാണ് ഞാൻ കൊടുത്തു. അത് കുട്ടികൾ എൻ്റെ പേരെ കുട്ടികളൊന്നും വാങ്ങി ഞാൻ കൊണ്ടുപോയി. പിന്നെ ഓള് എന്നോട് പറഞ്ഞു ഇപ്പം നുറുക്കുണ്ട് വേസ്റ്റ് ഒട്ടിയിട്ടപ്പോൾ വലിച്ചു തന്നപ്പോൾ ഇത് 4 വർഷം നമ്മൾ കൊണ്ടുപോയ മുതൽ അത്രയും
ചീഞ്ഞ സാധനം മറ്റൊരു കൊണ്ടത് വലിയ അതിർപ്പത്തിൽ ഒരു പന്നുണ്ടാക്കി തിന്നും കുട്ടികളെ വെക്കും. ആ കുട്ടി ദിവസം വിളിച്ചിട്ട് ഇപ്പം ഞാൻ ജീവൻ കൊടുക്കുന്നു. അപ്പം ഞാൻ ഓക്കെ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓളയും ഞാനും ഞങ്ങൾ ആരാൻ്റെ കലയിലേ കൂലിപ്പണി എടുത്തുകാണ്ട് അന്ന് അയച്ച കുഞ്ഞോനെ വൈകുന്നേരം ഓന്ന് വെച്ചാൽ മരുവാങ്ക് കൊടുത്താലും കൂലി കിട്ടൂല. ഓലമരത്ത് ഇങ്ങനെ നിന്നിക്കാണ്ട് അന്ന് 2-3 ഉറുപ്പിക കൂലി ഉണ്ടാവുള്ളൂ. ആ കൂലി കിട്ടിക്കാണ്ട് അന്ന് ഈ മുളയങ്കൻ്റെ മയിൽ അരിയാണ് അത് വാങ്ങിക്കൊടുക്കാണ്ട് തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് ഈ തിളപ്പിച്ചിട്ടിൻ്റെ കുട്ടികൾക്ക് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും അറ്റങ്ങൾ. അങ്ങനെ ഉണ്ടാക്കിയ അറ്റങ്ങളെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പട്ടിണി ഇടുന്ന മാതിരി നിൻ്റെ കുട്ടികളെ നേരത്തെ തിന്നാൻ കിട്ടണമെന്ന് ചോദിച്ചു. അതുണ്ട് ഇപ്പം നിങ്ങൾ ആ കാര്യം ബുദ്ധിയും ചേച്ചി എൻ്റെ കുട്ടിയിട്ടാന്ന് പറയണത്. അപ്പോൾ ആ ജാതി പേരാണ് ആ പേര. ആ തള്ള ഒരു നല്ല വാക്ക് നേരൻ്റെ കുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല. ആ സങ്കടമൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കാണ്. കുഞ്ഞാൻ എന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങോട്ട് ഒരാൾ ചവിട്ടൂല. കാരണം ഇവിടെ ആട്ടുംകാട്ടാണ്. ആട്ടുംചാട്ടത്തിന് ചാക്ക ഉണ്ടാവുള്ളൂ. ആക്കാലികളെ ചൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇതൊക്കെ കാണുന്നുണ്ട്. ഞമ്മക്ക് ഇത് കായും പണില്ല കുറവുള്ളൂ. വേറൊത്തും കുറവില്ലല്ലോ. ഞാൻ അല്ല കൊടുത്തോളൂ. കുഞ്ഞോനെ എൻ്റെ അമ്മ കാണണം എന്ന് വിളിച്ചല്ലോ. എന്നാ കുട്ടി വിളിക്കൂല. അവിടെ ഇരുട്ടാണ് ഈ കാരട്ടാ. നോക്കോണ്ടി പോകുമ്പോൾ അവിടെ നിൽക്ക സുക്കൂറ, എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തേപ്പാ? ഇത് കുഞ്ഞോളെ പെരി പോയി നോക്കൂറെ. അബ്ബാസിന്റെ അമ്മോസനോട് ചെന്ന് കളിച്ച് പൈസ ചോദിച്ചൂലേ? ഉസുറ് പുളിണ്ടടാ എനിക്ക്. രാവിലെ ഞാൻ പൈസന്റെ കാര്യം ചോദിച്ചപ്പോഴേ നിങ്ങളും നിങ്ങളെത്തൊന്നും ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാനപ്പോ കുഞ്ഞോനോട് ഈ കാര്യം പോയി പറഞ്ഞപ്പോ കുഞ്ഞോനോട് പറഞ്ഞത് അബ്ബാസിന്റെ അമ്മോസനോടൊന്ന് ചോദിച്ചോക്കാം, അയാളത്ത് കായ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പോയി ചോദിച്ചോക്കാച്ചിട്ട് പോയതേനു. ആരപ്പ നിങ്ങളോട് ഇപ്പൊ അത് പറഞ്ഞു? അയാളെ ഇവിടെ കല്യാണം പറയാൻ വന്നിരുന്നു. എന്നോട് അയാൾ പറഞ്ഞത് എൻ്റെ ആ തൊലിയാണ്ട് ഒഴിഞ്ഞു പോയി. എൻ്റെ ആ കായ് ചോദിച്ചത് അവിടെ ചെന്ന് കാണ്ട് ഉസുറും പുളി ഉണ്ടാ എനിക്ക്. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മോസന്റെ അടുത്ത് ചെന്ന് കാണ്ട് കായ് ചോദിച്ചാലല്ലടാ, അവിടെ ചെന്ന് ചോദിച്ചണ്ടേ. ഇത് എൻ്റെ അമ്മോസനാ? എൻ്റെ കാരണമുള്ള അമ്മോസനല്ലത്. ഓൻ്റെ അടുത്ത് 10 ഉറുപ്പിക ഉണ്ടായിട്ട് ഓ എനിക്ക് തരാൻ നിൽക്കുക. ഓന് മോളും മരുവനൊക്കെ ഉണ്ട്. എനിക്ക് എന്തേ ഓൻ തരണു? ഓൻ്റെ ബാപ്പൊന്നും അല്ലല്ലോ. എൻ്റെ അമ്മോസനോട് ചെന്ന് ചോദിച്ചേ, അവിടുന്ന് ചെന്ന് ചോദിച്ച് വാങ്ങി കൊടുക്കാണ്ട് ദുബായിക്കോളെ വിസക്ക് കായ് കൊടുക്കടാ. ഉസുറും പുളിയും ഉള്ളവരെ അങ്ങനെ ചെജ്ജ. അല്ലാതെ അഞ്ഞോന്റെ അമ്മോസന്റെ അടുത്ത് പോയി കായ് വെച്ചതല്ല. ഉസുറും പുളി എന്ന് പറഞ്ഞാൽ എൻ്റെ അബ്ബായിക്ക കൂടി പോയിക്കോടാ. എന്താ പിന്നെ എൻ്റെ അമ്മോസന്റെ അടുത്ത് ഇത്തരാ ഉണ്ടാകുക? കുറച്ച് ആട്ടുംകാട്ടം കൂട്ടിക്കാണ്ട് ചാക്ക് കെട്ടി കൊടുത്തിട്ട് എനിക്ക്. അല്ലാതെ ആ തന്തന്റെ അടുത്ത് ഒരു ചുക്കൂല്ല. ഇച്ചറിയണ്ടല്ലപ്പോ അത്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഇജ്ജക്കടാ അനുഭവിച്ചണം. ഞാൻ അന്ന് ഇജ്ജ പെണ്ണെട്ടിയപ്പോ ഞാൻ എന്നോട് പറഞ്ഞോളൂ മാണ്ട സുക്കൂറെ 10 ഉറുപ്പിക ഉള്ളോടത്തുനിന്ന് കെട്ടിക്കോന്ന്. അപ്പൊ ഇജ്ജ് ഈ ഭർത്താനൊന്നല്ല പറഞ്ഞത്. അന്നും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിന് ഇജ്ജന്നെ നടക്കേണ്ടി വരും. ഒരു മനസ്സെന്നെ തിരിഞ്ഞു നോക്കൂലെന്ന്. അപ്പൊ മനസ്സിലായില്ല എനിക്ക്. നല്ലോ പഠിച്ചോ പാഠം. എന്തായാലും നിങ്ങളത്ര ഒന്നും അറിവിരിക്കില്ല. എന്നാലും ഞാനൊരു കാര്യങ്ങൾക്ക് പറഞ്ഞേറ്റേ. ഈ പൈസ ആരോഗ്യമൊന്നും കാലാകാലം ഉണ്ടാവൂല. ഇപ്പോ ഓളമ്മോടെ വെജാടുക്കാണ്. ഇപ്പാന്റെ അടുത്ത് ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി അതിൻ്റെ അടുത്ത് ആട്ടുംകാട്ടം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അറ്റേക്കൂടെ നല്ല മനസ്സുണ്ട്. ഇങ്ങളെ മാരിക്കൊന്നല്ല. ഇങ്ങക്ക് അബ്ബാസിന്റെ പെണ്ണുങ്ങൾ കുറച്ച് പൈസ കൊടുത്തു വന്നപ്പോഴേ ഓളിങ്ങക്ക് വലിയ രാജാത്തിയാണ്. ഇപ്പ നിങ്ങളിന്റെ ബാപ്പാണല്ലോ. എനിക്ക് ഇങ്ങോട്ട് പറയാൻ പാടില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഈ പൈസ ഒന്നും ഇല്ലാതാവാൻ വലിയ സമയമൊന്നും വേണ്ട. പഠിച്ചോൻ വിചാരിച്ചാലേ ഒരു നിമിഷം മതി. ഇന്ന് ഇങ്ങളൊക്കെ പറ്റ താഴത്തേക്ക് പോകാനും ആ ആട്ടുംകാട്ടം ചാക്കിലാക്കണ എന്റെ അമ്മോസനെ വലിയ മുതലാളിയാവാനും നിമിഷ നേരം മതി. അത് മനസ്സിലാക്കിക്കോളിങ്ങളെ. ഓളെ ഇമ്മ കെടുക്കണ മാതിരി നിങ്ങൾ രണ്ടാളൊന്ന് കിടന്നിട്ടുണ്ടെങ്കിണ്ടല്ലോ ഒരു തുള്ളി വെള്ളം തരാനേ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഈ മരോളം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പൈസക്കാരത്തി മരോളൊന്നും വന്നൊന്നും വരൂല. അത് മനസ്സിലാക്കിക്കോളി രണ്ടാളും. ഇതാണ് മക്കളെ ഓരോ കുടുംബത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ. ഒരു പെരയിൽ 2 മരക്കൾ ഉണ്ടെങ്കിലേ 10 ഉറുപ്പിയുള്ള പെരയുള്ള മരോളോട് ഒരു സ്നേഹം കൂടുതൽ അമ്മായിമ്മക്കും അമ്മോസനും. 10 ഉറുപ്പിക കുറവുള്ള പെരയുള്ള മരോളാണെങ്കിലേ ഓളൊരു 2ാം നമ്പറായിട്ട് കാണുക. മറ്റുള്ളവരെ അടിയിലിട്ട് കാണുക ഒരു ബസലാക്കുക. ഓള് പെരയത്തെ ഒരു പണിക്കാരത്തി. ആ രീതിയിൽ കാണേണ്ട അമ്മോസനും അമ്മായിമ്മമാരും പല പേരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നെ കാണണ്ട, ഈ വീരാങ്കാക്കാനെ കാണണ്ട ആരും അങ്ങനെ ആവരുത് കേട്ടോ. നമ്മളെ 2 മക്കളും നമുക്ക് ഒരേ മാതിരിയാണ്. അതേ മാതിരിക്കന്നെ ആവണം നമ്മളെ 2 മരുക്കളും. പണത്തിൻ്റെ പേരിൽ ഓലങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. അതാണ് വീരാങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ.